ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ കുറച്ച് ഇന്നാക്റ്റീവ് ആയിരുന്നു. അതിൻ്റെ കാര്യം നമ്മൾ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിലായിരുന്നു. ആൻഡ് മാർക്കറ്റ് മോശമായതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. സോ ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ്ലി 100-200 പോയിന്റ്സ് ഡൗൺ സൈഡ് ആയിരുന്നു. ആൻഡ് ബട്ട് അത് റിട്ടേൺ ചെയ്ത് ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. യുദ്ധഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് ഒരു ദിവസം അപ്പാവുന്നു, അടുത്ത ദിവസം അതിനും താഴെ പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും കെയർഫുൾ ആയിട്ട് മാത്രം ഇനിയുള്ള ദിവസങ്ങളും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സിന്റെ ക്ലോസിംഗ് നോക്കുവാൻ തന്നെ നെഗറ്റീവ് തന്നെയായിരുന്നു. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 78 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സോ മേ ബി ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ മേ ബി നമ്മൾ 50-70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലായിരിക്കും മിക്കവാറും തുറക്കുന്നത്. ടോട്ടൽ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ന്യൂട്രൽ സെന്റിമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളപ്പോൾ വലുതായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പം നിഫ്റ്റിയുടെ വ്യൂ ഞാൻ പറഞ്ഞു തരാം. നിഫ്റ്റി ഞാൻ ഇവിടെ 1 hour ചാർട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ ലാസ്റ്റ് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോണിനുള്ളിൽ ട്രേഡ് ചെയ്യുകയാണ് മാർക്കറ്റ്. ആൻഡ് ഇവിടെ എന്താ സംഭവിച്ചത്, ആ സോണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒന്ന് താഴെ വന്നായിരുന്നു. ഓക്കെ, കണ്ടില്ലേ, സോണ് ബ്രേക്ക് ചെയ്ത് ഒരു ഡൗൺ സൈഡ് വന്നു. അപ്പം എല്ലാ ബയേഴ്സും പാനിക്കായി സെല്ലിങ്ങിലോട്ട് പോയി. ആൻഡ് ആ ഉച്ചയ്ക്ക് ശേഷം ഒരു ആഫ്റ്റർനൂൺ ടൈം മാർക്കറ്റ് തിരിച്ച് അപ്പ് സൈഡ് പോയി കണ്ടിന്യൂസ്ലി. ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ അപ്പോൾ എൻ്റെ ഒരു ടോട്ടൽ ഞാൻ പറയാം, 23,800 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാനൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നിഫ്റ്റിയിലെ കാര്യത്തിൽ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാൻ നെഗറ്റീവ് സെന്റിമെന്റ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രാഡേ വ്യൂ എന്ന നിലയിൽ ഞാൻ പറയാണ്, 22,450 ഈ ഒരു സോൺ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, സെയിം സപ്പോർട്ട് സോൺ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഞാനൊരു പോസിറ്റീവ് വ്യൂ ഇന്നത്തെ ദിവസത്തെ കണ്ടിന്യൂ ചെയ്യും. മറിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ പ്രോപ്പർ ഡിമാൻഡായിട്ട് കാണുന്നത് 21,750 റേഞ്ചാണ്. അതിൻ്റെ കാര്യം, ഇതിന് മുന്നേ ആ ഒരു ഏരിയ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സോൺ 21,750 എന്ന് പറഞ്ഞാൽ ഈ ഒരു താഴത്തെ ബ്ലോക്ക് ആയിരിക്കും ഞാൻ എന്തായാലും ഒരു പ്രോപ്പർ ഡിമാൻഡായിട്ട് മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു വ്യൂ മനസ്സിൽ വെച്ച് മാത്രമേ ട്രേഡുകൾ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ന് ഒരുപാട് ബിസിനസ് അപ്ഡേറ്റ്സ്, ഇയർലി അപ്ഡേറ്റ്സും ക്വാർട്ടർലി അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല നല്ല കമ്പനികളിൽ ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോട്ടിച്ച് നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആവറേജ് ഡെപ്പോസിറ്റ് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം. ബജാജ് ഫിനാൻസിൻ്റെ കസ്റ്റമർ ഫ്രാഞ്ചൈസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കസ്റ്റമർ ഫ്രാഞ്ചൈസിയുടെ മാത്രമല്ല ലോൺ ബുക്കും ഇൻക്രീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ ഗ്രോസ് അഡ്വാൻസ് ഗ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് യെസ് ബാങ്ക് ലോണും അഡ്വാൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 2.84 ലക്ഷം കോടിയിൽ നിന്ന് 3.19 ലക്ഷം കോടിയിലേക്ക്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആണെങ്കിൽ ഡിസ്ബേഴ്സ്മെന്റ് സോർ ചെയ്തിട്ടുണ്ട്, ഗ്രോസ് ലോൺ ബുക്ക് സോർ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻകോ ഗോൾഡ് ആണെങ്കിൽ വെഡിങ് സീസണായിട്ട് ബന്ധപ്പെട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, 46% ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതും പോസിറ്റീവാണ്. പിന്നെ കമ്പനിക്ക് പുതിയ 4-7 പുതിയ ഷോറൂമുകൾ തുടങ്ങിയിട്ടുണ്ട് സെൻകോ ഗോൾഡ്. അതിൻ്റെ ടോട്ടൽ ഷോറൂം സ്ട്രെങ്ത് 201 ഷോറൂമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, പോസിറ്റീവാണ്. പിന്നെ AWL ആഗ്രി ബിസിനസ്സിനാണെങ്കിൽ WC ഗ്രോത്ത് ഉണ്ട് വോളിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ. എഡിബിൾ ഓയിൽ പോർട്ട്ഫോളിയോയും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ള പ്രധാന ന്യൂസ് എന്ന് പറയുന്നത് വേദാന്തയാണ്. വേദാന്തയിൽ അലുമിനിയം പ്രൊഡക്ഷൻ ഗ്രോ ചെയ്തായിട്ട് ന്യൂസ് ഉണ്ട്. ആൻഡ് ഇതിൽ സിങ്ക് ഇന്റർനാഷണൽ പ്രൊഡക്ഷൻ ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, ബട്ട് സിങ്ക് സെയിലബിൾ മെറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമുണ്ട്. റവന്യൂ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ ആണെങ്കിൽ ടോട്ടൽ സ്റ്റോർസ് മോസ്റ്റ്ലി ഇപ്പോൾ 500 വർദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻഡ് അലോൺ റവന്യൂ എന്ന് പറയുന്നത് 17,204 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, റവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്. മെട്രോപോളിസിൻ്റെ ആണെങ്കിൽ B2B റവന്യൂ, B2C റവന്യൂ സോർ ചെയ്തിട്ടുണ്ട്, റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയുടെ അങ്ങനെ തന്നെയാണ്. ഗ്ലോബൽ ഡെപ്പോസിറ്റും ഗ്ലോബൽ അഡ്വാൻസും എല്ലാം നല്ല രീതിയിൽ സോർ ചെയ്തിട്ടുള്ളതായിട്ട് ന്യൂസ് ഉണ്ട്. ഇപ്പം ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികളിലെ ബാങ്കുകളിലെ ന്യൂസസ് ഉണ്ട്. RBL ബാങ്ക് നോക്കിയാൽ Q4 അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ്സ് 1.1 നിന്ന് 1.39 ലാക്സ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, ഗ്രോസ് അഡ്വാൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല കമ്പനി ന്യൂസസ് നിലവിലുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ്സിന് ഒന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയുള്ള പ്രധാനപ്പെട്ട ന്യൂസ് നോക്കാം. കമ്പനിയുടെ LG ഇലക്ട്രോണിക്സ് ഇന്ത്യയുടെ ന്യൂസ് എന്ന് പറയുന്നത് 1 മില്യൺ എയർ കണ്ടീഷണേഴ്സ് സെൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട് 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ. ഹീറ്റ് വേവ് ആയിരിക്കാം. പിന്നെ RVNLന് ഒരു ലെറ്റർ ഓഫ് അവാർഡ് വന്നിട്ടുണ്ട്. 242 കോടിയുടെ സൗത്ത് സെൻട്രൽ റെയിൽവേ പ്രൊജക്ടിന്റെ ഡിസൈൻ, സപ്ലൈ, ഇറക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ആണ് അത് ബന്ധപ്പെട്ട ഒരു വലിയൊരു പ്രൊജക്റ്റാണ് വന്നിട്ടുള്ളത്. മോസ്റ്റ്ലി 242 കോടിയാണ് ആ ഒരു പ്രൊജക്ടിന്റെ ഇത്. ഓക്കെ, പിന്നെ ലെമൺ ട്രീ ഹോട്ടൽസ് ആണെങ്കിൽ ഒരു ലൈസൻസ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. 98 റൂം ഹോട്ടൽ പ്രോപ്പർട്ടിയാണ് നേപ്പാളിലുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ന്യൂസസ് ഇന്ന് നിലവിലുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ
ഇന്ന് മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഈ വീക്ക് എങ്ങനെ തുടങ്ങുന്നു നോക്കിയിട്ട് നമുക്ക് നല്ല സ്റ്റോക്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.